പറയടാടോ. പെങ്ങള് പൊക്ക് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ കൊറേ നേരമായല്ലോ എന്റെ പിന്നാലെ കൂടിയിട്ട്. തനിക്കൊക്കെ രണ്ട് കിട്ടാഞ്ഞിട്ടാ. നല്ല മണിക്കൊത്ത പെണ്ണ് വീട്ടിലുണ്ടല്ലോ സാറേ, അതിനെ നോക്കിയാ പോരെ? അനിതയ്ക്ക് സുഖം തന്നെയല്ലേ? ഇനി അനിതേനെ നോക്കി സൂചിപ്പിക്കാൻ വരണ്ട സാറേ. കൊറേ നേരായി ഇയാൾ എന്റെ പിന്നാലെ കൂടിയിട്ട്. നാണല്ലോ സാറേ. ഓ നാണത്തിലൊക്കെ നമുക്ക് കാര്യം നടന്നു. ഇവിടെ വാടി. ഓരോന്നൊക്കെ കുറ്റിയും പറിച്ച് വന്നു. എന്താ സാർ പ്രശ്നം? ഏയ് പൊക്കിന് താഴെ കീറി ചുരിദാറും കാലും എന്തോ ഇട്ടോണ്ട് വന്നിട്ട് നമ്മളെന്തോ കീറിയ പോലെ. കളരുത് സാറേ, 2 എണ്ണം കിട്ടിന്ന് വരും. 100 നോക്കിയാൽ 2 എണ്ണം വീഴുള്ളൂ. ആ ഇവന് വിവരുണ്ട്. ഇതൊക്കെ ശരിക്കും പോണില്ലേ? പോണില്ലേന്നാ, പോണത് കണ്ട സാറിന് കൊതി വരും. ഇവരെന്താ എന്തിനാ കത്തപ്പോ തന്നെ മുഖത്ത് പറ്റി? ഒന്നുമില്ല. ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ. വണ്ടി അങ്ങ് ഒതുക്കി വെക്ക. ഏതായാലും കണ്ടിട്ട് പോ. ഒരുപാട് സാധനം ഉണ്ടല്ലോ. തന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. ചവിട്ടിയിട്ടിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ നെഞ്ചത്തി ചവിട്ടാ ഭാഗ്യം. ഏട്ടൻ കൂറേന് ഇപ്പൊ ചേച്ചി എന്തായാലും സുന്ദരിയായിരിക്കും. വാ. ഈ പെയിന്റിംഗ് ഒന്നും തീർന്നില്ലേ സാർ? പെട്ടെന്ന് തീർക്കാം. എങ്ങനെ തീരും? നീ ഒന്ന് കുനിഞ്ഞിട്ട് നീ വരുമ്പോ മണി 5 ആവും. പണിക്കിറങ്ങിയേക്കുന്നു. നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടാവേ. ഇതുപോലൊരു മുതലിനെ ഞാൻ ആദ്യമായിട്ട് കാണണേ. എന്തോടാ പറഞ്ഞേ? ഞാനങ്ങനെ പോട്ടെ. എനിക്കിതൊന്നും കണ്ടേക്കാൻ വയ്യേ. ആ അടുത്ത വന്ന് ലാൻഡ് ചെയ്തല്ലോ. വായി നോക്കികള്. എടുത്ത് പോടാ വായി നോക്കി. ആ ഒരുത്തനെങ്കിലും ഡീസന്റ് ആയിട്ടുണ്ടല്ലോ, സമാധാനമായി. അയ്യോ, അവൻ ഡീസന്റ് അല്ല, കഞ്ചാവടിച്ച് കിളി പോയിട്ട് ഇങ്ങനെയാണ്. അതെ, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അതൊന്ന് ഇറക്കാൻ സഹായിച്ചാ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഓക്കെ, നല്ല പിള്ളേരല്ലേ സുലു? എന്നെ കാണാൻ നിൽക്കുവാടി. കേറി പോടിയാത്ത അനുസരിച്ച് ഡീസന്റ്. ഇവൻ 2 പനയോല വെട്ടിയിട്ട് കൊടുക്കും. ചുമ്മാ ആട്ടിക്കൊണ്ട് നിൽക്കാതെ തിന്നോട്ട് നിൽക്കട്ടെ. പിടിച്ചണം. എന്നാ മുഖത്താരാൻ ഡിസ്റ്റിയൊക്കെ കീച്ച പോലുണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? രൂപം കണ്ടാൽ അറിയില്ലേ ബോഡിയിലെ പഞ്ചർ? ഉണ്ണിയെ കണ്ടാൽ അറിയാൻ ഊരിലെ പഞ്ഞൊന്നല്ലേ? അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും മാറ്റി അടിക്കാലോ. അയ്യോ ഒന്ന് മാറിക്കടാവേ. പതുക്കെ പതുക്കെ. ഇതെന്റെ എല്ലാമാണ്, എന്റെ ഹൃദയമാണ്, എന്റെ സുലുവിനെ പോലെ. എന്റെ ഭാര്യ, പിന്നല്ലാതാര്? എത്ര നാളായില്ലടാ നമ്മള് മിലിറ്ററി അടിച്ചിട്ട്. താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചത് ഞങ്ങളുടെ മുൻജന്മ സുഹൃതം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളെ പരിചയപ്പെട്ടതല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ചാത്തപ്പനെ പോലുള്ള ചാത്തപ്പനല്ല ചേട്ടാ, കാത്തപ്പൻ. അതെന്തേലും ആട്ടെ, അതിനകത്ത് അപ്പനുണ്ടല്ലോ. ഈ അപ്പനെ പോലുള്ള ഒരു ഗുണ്ടയെ പരിചയപ്പെടാൻ പറ്റിയതാണ് എന്റെ ഭാഗ്യം. അയ്യവൻ ഗുണ്ടൊന്നുമല്ല. തന്നെ തന്നെ ആ ഗുണ്ടാണ്. ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ കേട്ടാ. ഫോട്ടോ കിട്ടുമ്പോ ഇതുപോലൊക്കെ കാണണം. അത് റൈറ്റ്. ചേട്ടൻ ഒന്നുകൂടി ഒഴിക്കണം. അയ്യോ വേണ്ട, സുലുവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലെന്നാ അവള് പറയുന്നത്. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങത്തേ ഉള്ളെന്ന്. പിന്നെ ഏട്ടാ, അനിയത്തിക്ക് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവല്ലേ. ഓ മനസ്സിലായില്ല. അതെ,
ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചോറൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഏതോ ഒരു സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ്. ഓ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ചേട്ടാ ഇങ്ങനെ അവശരായ ആൾക്കാരെ സഹായിക്കാൻ. അത് ഞങ്ങളുടെ ആവശ്യം ഒന്ന് മാറട്ടെ. ഇവനോടൊക്കെ ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ എന്തേലും ബിസിനസ് ചെയ്യാമെന്ന്. ആ പിന്നെ ഭ്രാന്താണ്. എന്ത് ബിസിനസ് ചെയ്യാനാണ്? അതിന്റെ കയ്യിൽ കാശ് വേണ്ടേ? ലുലു മാള് കണ്ട അയാള് യൂസഫ് അലി എല്ലാം ഒത്തു വന്നിട്ടും കയ്യിൽ കോടി വെച്ചിട്ടല്ല ബിസിനസ് തുടങ്ങിയത്. നമ്മുടെ മയിൽ വാഹനം കുഞ്ഞാപ്പി മുതലാളിയില്ലേ, ഒറ്റ ബസ്സിൽ തുടങ്ങിയ ആളാ. ഇപ്പോ എന്താണ് മുപ്പന്റെ വളർച്ച. ബിസിനസ് തുടങ്ങാൻ എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? നിങ്ങൾക്ക് ഞാനൊരു പെട്ടിലാമ്പട്ടറ എടുത്തു തരട്ടെ? പെട്ടിലാമ്പട്ടേ? ആ പെട്ടിലാമ്പട്ടറ. നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ബിസിനസ്സിൽ പച്ച പിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു. അല്ല എന്താണ് ഈ പെട്ടിലാമ്പട്ട? അയ്യോ അതറിയത്തില്ലേ? ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന ചെറിയ ഓട്ടോറിക്ഷ. ഓ ആപ്പേ. ആപ്പേ അതിപ്പോ, പണ്ട് പെട്ടിലാമ്പട്ട. ആ എന്തായാലും ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനാട്ടാ? അച്ചാറിടാം. എണീറ്റ് പോടാ അവിടുന്ന്. നമ്മുടെ വീടിന്റെ അവിടെ സൗണ്ട് കേൾക്കണേ, എന്തോ പ്രശ്നം. ഇവന്മാരിപ്പോ ചെമ്മീൻ ചട്ടി പോണെന്നുണ്ടെങ്കിൽ അത് വെള്ളടിയായിരിക്കും. ശരിയാക്കി തരാം. ശിവേട്ട ഏതാണ് നെടിയൻ? ഇന്നലെ രാത്രി ഇവിടെ കണ്ടല്ലോ. ഭയങ്കര വെടിവെപ്പുകാരനാ. വെടിവെപ്പുകാരനാണ്. ആന്ന്. സത്യം പറയ ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. ഒന്ന് പോന്നേ. അതല്ല, അതിർത്തിയിൽ 5 പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നെന്നാ പറഞ്ഞ. ഓ എന്റെ പൊന്നോ. എടാ നീ എങ്ങാട്ടാണ്? വീട്ടിലാട്ടാണ്? ആ എന്താ ചേച്ചി? ഈ മീൻ അങ്ങാട് കൊടുത്തേര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങക്ക് എപ്പോഴും കൂട്ടുവേണം നിർബന്ധമാണ്? ആ ആദ്യൊരു തടിച്ചു പെണ്ണായിരുന്നു, ഇപ്പൊ ഇവള്. അതിന് നിനക്കെന്താണ്? രണ്ടും കല്യാണം കഴിക്കാൻ നടക്കാണ്, നാട്ടില് പരദൂഷണം പറഞ്ഞു. ശിവേട്ട ഇത് കാണുമ്പോൾ എന്റെ കൺട്രോള് പോണം. ഈ മീനൊന്ന് വീട്ടിൽ കൊടുക്കോ? ഞാനേ അമ്പലത്തിൽ പോട്ടെന്നാ, മീൻ കൈ കൊണ്ടുപോടൂല. അപ്പൊ നീ ഉച്ചക്കും മീൻ കറി കുടിച്ച് ചോറിനല്ലേ? ചേച്ചി അത് ഉച്ചക്കല്ലേ ചേച്ചി? ആണാ? ഒന്ന് പോയാ എനിക്ക് വേറെ പണിയുള്ളതാ. ചെല്ല്. ആഹാ, പറച്ചിന് സുഖം കൊണ്ട് നടക്കേൻ. അതിന് നിങ്ങൾ സ്പർശിക്കാൻ നിന്ന് തരണ്ട. എന്നെ പറച്ചിക്കാൻ വന്നാലേ നിന്നെ ചട്ടി കൊണ്ട് അടിച്ച തല പൊളിച്ചുകളെ. ഒന്ന് പോയാ അവിടുന്ന്. ദിവാകരൻ പോകാതെ സാധാരണ മദ്യപിച്ച് ശീലമില്ലാത്തതാണ്. ഏതായാലും സ്വാമി വിളിച്ചതല്ലേ. സ്വാമി ഇന്ന് പൊളിക്കുഞ്ഞ്. പ്രായത്തിൽ നിന്നെ ഞാൻ കൊച്ചുമായി നിന്നെ ഞാൻ കണ്ടപ്പോ കാമദേവൻ പോലീസ് ഗേറ്റിന് കാലുണ്ടല്ലോ. ഇതിൽ ഇഷ്ടമില്ലാത്തതാണല്ലോ. സ്വാമി പണിക്കൊന്നും പോയില്ലടാ? ആദ്യം വലിയ മെച്ചൊന്നുമില്ല സാറേ. ഒന്ന് നിങ്ങളുടെ ചെമ്മീൻ കെട്ടിലെ വെള്ളടിണ്ടല്ലോ, അത് നിർത്തിക്കൊള്ളട്ടാ. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാരെയും വന്ന് പൊക്കി കൊണ്ടുപോകും. ഒന്ന് പോകും സാറേ, ഞങ്ങൾ വിളിച്ചാലും വരും പോലീസൊക്കെ. ചിലരൊക്കെ പൊക്കുകയും ചെയ്യും. കാലമൊക്കെ മാറി സാറേ. പിന്നെ ഞങ്ങളെ പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ 2 അടിയുള്ളൂ വയ്ക്കും. ഞങ്ങൾക്ക് പോകാൻ ജോലിയില്ല, പിണങ്ങി പോകാൻ ഭാര്യയില്ല. ചേട്ടൻ ഷർട്ട് കിട്ടി നിന്നൂടെ? റോഡിയോടെ പെണ്ണുങ്ങളൊക്കെ പോണതല്ലേ? നേരെ വെളുത്ത ഗേറ്റ് തൂങ്ങി നിന്നോളും.